നമസ്കാരം. ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണല്ലേ സ്കിന്ന്. ഈ സ്കിന്നിൽ തന്നെ ബില്യൺസ് ഓഫ് നമുക്ക് പോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള പോഴ്സാണ്. മറ്റുള്ള സ്ഥലങ്ങളിലുള്ള ഇത്തരം സുഷിരങ്ങളെ അപേക്ഷിച്ച് ചില സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫോർഹെഡ്, നെറ്റിയിൽ, മൂക്കിന് സൈഡിൽ, കവിളിൽ, ഗ്രോയിൻ റീജിയണിൽ, ബാക്കിൽ, ഇതുപോലുള്ള ഏരിയാസിലൊക്കെ സെബേഷ്യസ് ഗ്ലാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളിലെ പോഴ്സ് മുഖത്ത്, ചീക്സിലും ഫോർഹെഡിലൊക്കെ വരുന്നത് അല്പം സുഷിരങ്ങളുടെ വലുപ്പം കൂടുതലാണ് എന്നുള്ളത് കൊണ്ടും ഇവിടെ കൂടുതൽ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഓയിലി ആയിട്ടുള്ള സെബം എന്ന് പറയും, ഈ ഒരു പ്രൊഡക്ഷൻ കൂടുതലാവുന്ന സമയത്ത് നമുക്കിത് സ്കിന്നിൽ ശരിയായിട്ടുള്ള ഒരു ഇലാസ്റ്റിസിറ്റി ഇല്ലാത്തതോ സ്കിന്നിൻ്റെ ഹെൽത്ത് കുറഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് പുറത്തേക്ക് തള്ളി വരും. നമ്മൾ കൂടുതൽ മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അഴുക്കടിഞ്ഞു കൂടിയത് കറക്റ്റായിട്ട് വാഷ് ചെയ്യാണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ക്ലോഗ്ഡ് പോഴ്സ് ആയിട്ട് മാറും, അത് അടഞ്ഞിരിക്കും. സത്യം പറഞ്ഞാൽ ഈ സുഷിരങ്ങളൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിലേക്കുള്ള ഒരു എയർ കടത്തി വിടുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ് ഈ ഒരു പോഴ്സ്. അപ്പോൾ അത് അടഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിനെ അത് ഹാർംഫുൾ ആയിട്ട് ബാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ സ്കിന്നിന് ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഓപ്പൺ പോഴ്സ് മാറാനുള്ള ഒരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. നമുക്ക് തീർച്ചയായിട്ടും ഇത് എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ല ഏത് രീതിയിൽ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഗിയറിലെ ഒരു മസ്റ്റ് യൂസിങ് ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് റോസ് പെറ്റൽസ് എന്നുള്ളത്. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇതേ എനിക്ക് കിട്ടാനുള്ളൂ, അതുകൊണ്ടാണ് ഈ ടൈപ്പ് റോസ് പെറ്റൽസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സാധാരണ നാടൻ റോസാ പുഷ്പങ്ങളുണ്ടല്ലോ, ഒരു ലൈറ്റ് പിങ്ക് കളറിൽ വരുന്നത്, നല്ല സ്മെല്ലുള്ളത്, ആ ടൈപ്പ് ഫ്ലവേഴ്സ് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി അതിൻ്റെ ആ ഒരു ഉള്ളിലുള്ള ഇതൊക്കെ കളഞ്ഞതിന് ശേഷം ഈ പെറ്റൽസ് മാത്രമായിട്ടാണ് എടുക്കേണ്ടത്. ഇത് വെച്ചിട്ട് നമുക്കൊരു റോസ് ടോണറാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ റോസ് വാട്ടർ എന്ന് പറയുമ്പം സ്കിന്നിന് വളരെയധികം ഗുണകരമായിട്ടുള്ളതാണ്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലും നല്ലത് ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. കാരണം വളരെ ഈസിയാണ്, നല്ല ഈസി മെത്തേഡാണ്. ഇതിന് മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഞാൻ കുറച്ചുകൂടെ ഒതൻറ്റിക്കായിട്ട് ചെയ്തപ്പം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പലർക്കും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വഴി കാണിക്കുന്നുണ്ട്. ഇതപ്പം ഒരു ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും കുറഞ്ഞ അളവിൽ ഉണ്ടാക്കിയാൽ മതിയായിരിക്കും, നമുക്ക് ഉണ്ടാക്കാൻ ഈസി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്നെ ആ ഒരു നല്ല ഹൈഡ്രേറ്റ് ആക്കി നിലനിർത്താനും, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴായാലും സൺ ഡാമേജിൽ നിന്നൊക്കെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും, പിന്നെ വൈറ്റമിൻ സി ഒക്കെ ഉള്ളതുകൊണ്ട് സ്കിന്നിൻ്റെ ഗ്ലോ നന്നായിട്ട് കൂട്ടുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. നല്ല ബ്രൈറ്റനാക്കും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഫേസ് പാക്കും തയ്യാറാക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഈ പെറ്റൽസ് വെച്ചിട്ടുള്ള സൈഡിലാണ് ഒഴിക്കേണ്ടത്. ഇനി വളരെ ചെറിയ തീയിലാണ് നമ്മൾ ഇടുന്നത്. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവും, സ്മെല്ലും മാറിപ്പോവും. അപ്പം ഇതിപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിരുന്ന ഈ ടൈപ്പ് റോസ് ആയതുകൊണ്ട് ഒട്ടും തന്നെ സ്മെല്ലില്ല. അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരു വാട്ടർ സ്പ്രേ ചെയ്യുന്ന പോലെ തോന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ഫ്രഷ് ലില്ലിയുടെ പെറ്റൽസ് 1, 2, 3 ഞാൻ ചേർത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, ഇത് ചേർക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ ആ സ്മെല്ലിന് വേണ്ടി, നാച്ചുറൽ സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആ സ്മെല്ലുള്ള റോസ് പെറ്റൽസ് തന്നെ എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമ്മളിത് ഇനി വളരെ ചെറിയ തീയിലിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്കതിലെ ആവി വന്ന് ഉണ്ടോ ഈ തുള്ളികൾ അതുപോലെ നമുക്ക് താഴെ കളക്ട് ചെയ്തെടുക്കണം. അപ്പം ലിഡിൽ ഒരു നോബുള്ള ടൈപ്പ് ആണെങ്കിൽ നിങ്ങളത് നേരെ വെക്കരുത്, തിരിച്ച് കമിഴ്ത്തി വെച്ചതിന് ശേഷം മലർത്തി വെച്ചതിന് ശേഷം അതിലേക്ക് കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടും. ഒരു 20 മിനിറ്റ് 30 മിനിറ്റൊക്കെ തന്നെ മതിയായിരിക്കും, അതിനുള്ളിൽ നമുക്ക് കിട്ടും. ആവിയൊന്നും പുറത്തു പോകാതെ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ മെത്തേഡിൽ നമുക്ക് റോസ് വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റും. തണുത്തതിന് ശേഷം നല്ലൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ വളരെ സുഖകരമായിട്ട് ഉപയോഗിക്കാം. സ്കിന്നിന് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്.
ഏത് സ്കിൻ ടൈപ്പിനാണെങ്കിൽ പോലും ഓയിലി ആണോ ഡ്രൈ ആണോ നോർമലോ സെൻസിറ്റീവ് ഏത് സ്കിൻ ടൈപ്പോ ആയിക്കോട്ടെ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഈ ഒരു ഓപ്പൺ പോഴ്സ് എന്നുള്ളത്. ചില കേസിൽ നമുക്കിത് ചില സ്കിന്നിൻ്റെ ഹെൽത്ത് കുറയുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള പല കാരണങ്ങൾ കൊണ്ട് ഹോർമോൺ വേരിയേഷൻ കൊണ്ടോ ഒക്കെ തന്നെ ചിലർക്ക് ഇത് അവിടെ ഇത്തരം സെബേഷ്യസ് ഗ്ലാൻഡ് കൂടുതൽ സെബം പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ അഴുക്കടിഞ്ഞുകൂടി അത് പിമ്പിളായിട്ട് മാറി ഇങ്ങനെയുള്ള പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ തന്നെ ചില കേസിൽ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇതിൻ്റെ ഷേപ്പിന് തന്നെ വ്യത്യാസം വരും. OUY എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഓയിലി സ്കിന്നിന് നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ കൂടുതൽ അത് ആക്നെ പ്രോൺ ആയിട്ടുള്ള നമുക്കറിയാലോ പസ് നിറഞ്ഞിട്ട് അതുപോലെയുള്ള കുരുക്കൾ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനിയിപ്പം അത് U ഷേപ്പിലുള്ളതാണെങ്കിൽ നല്ല ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇതുപോലെ കാണപ്പെടാറുണ്ട്. ഒരു കുറച്ച് ഏജ് എത്തിയവർക്കാണെങ്കിലും Y ഷേപ്പിൽ ഒരു മഴത്തുള്ളിയുടെ രീതിയിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് അത്തരം പോഴ്സ് കാണപ്പെടാം. അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്കിന്നിനെ എപ്പോഴും തന്നെ നീറ്റായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. മായം കലരാത്ത ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഒത്തിരി ഫേസ് വാഷ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് ശീലിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്ക് ഒത്തിരി കാശ് മുടക്കി ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ വളരെ ഇഫക്റ്റീവുമാണ്, സൈഡ് എഫക്റ്റും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ തിരഞ്ഞെടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ആ രീതിയിൽ ഒരു ഫേസ് വാഷ് ഡെയിലി നിങ്ങൾ ഉപയോഗിക്കണം. രാവിലെയും രാത്രിയും ഉറങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ മുഖം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫേസ് വാഷോ ഫേസ് വാഷ് പൗഡർ ഉപയോഗിക്കാം. അതിനുശേഷം ചെയ്യേണ്ടതാണ് ഈ ഒരു ഫേസ് ടോണർ ഉപയോഗിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇടയ്ക്കൊന്ന് മുഖം സ്റ്റീം ചെയ്യിക്കുന്നത്, അതിന് ആ അഴുക്കൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വളരെ നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് നീക്കം ചെയ്യാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുന്നതും തന്നെ ഈ ഒരു അല്ലെങ്കിൽ ഫേസ് മാസ്ക് ഇതൊക്കെ നമുക്ക് സ്കിന്നിന് നല്ലൊരു ഇലാസ്റ്റിസിറ്റി കൂട്ടാനും അല്ലെങ്കിൽ ഇത്തരം ക്ലോഗ്ഡ് ആയിട്ടുള്ള ഓപ്പൺ പോഴ്സിനെയൊക്കെ തന്നെ ക്ലിയർ ആക്കാനും ഒക്കെ സഹായിക്കുന്ന ടിപ്പാണ്. അതുപോലെ നമുക്ക് തൈര് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്, കറ്റാർവാഴ അപ്ലൈ ചെയ്യുന്നത് ഇതൊക്കെ തന്നെ സ്കിന്നിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. എഗ് വൈറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, വളരെ ബെസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്, രാത്രി കിടക്കുന്നതിന് മുൻപ് ഇതുപോലെ ഒന്ന് നമ്മൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം ഇലാസ്റ്റിസിറ്റി കുറയുന്ന സമയത്ത് UV റേഡിയേഷൻ കൊണ്ട് ഇലാസ്റ്റിസിറ്റി കുറയുമ്പോഴാണ് ഇതുപോലുള്ള ക്ലോഗ്ഡ് പോഴ്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിമ്പിൾസും ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ വളരെ നല്ലൊരു പ്രതിവിധിയാണ്. അപ്പോൾ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും തന്നെ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആക്കി വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും കേട്ടോ ഈ ഒരു സ്കിന്നിൻ്റെ ഹെൽത്ത്. അത് ഞാനൊന്ന് അടിവരയിട്ട് പറയുകയാണ്. അപ്പോൾ എപ്പോഴും തന്നെ എക്സസൈസും പ്രാണായാമയും ഒന്നും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും, ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.